കേരളം ഞെട്ടിപ്പോകും. വരുന്നുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തിരക്ക് പിടിക്കണ്ട. ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും. കയ്യിൽ തെളിവുണ്ട്. പച്ചനുണകൾ യാതൊരു കൂസലുമില്ലാതെ മൈക്കിന് മുന്നിൽ അടിച്ചിറക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ സ്ഥിരം ഡയലോഗാണിത്. തെളിവുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇന്നുവരെ ആ തെളിവ് ശേഖരം എന്താണെന്ന് മലയാളികൾ കണ്ടിട്ടില്ല. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ ഓരോന്നായി അഴിക്കുള്ളിലാക്കി മുന്നോട്ടു പോകുന്ന സർക്കാരിനെതിരെയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയും ദുഷ്പ്രചാരണം നടത്തുന്ന തിരക്കിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്. പാർലമെന്റിൽ നിർണായക ബില്ലുകൾ ബി.ജെ.പി. സർക്കാർ ഏകപക്ഷീയമായി പാസാക്കുമ്പോൾ വിദേശത്ത് വാഹനമോടിച്ച് രസിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അനുയായികൾക്ക് ഇങ്ങ് കേരളത്തിൽ ഒരു കേസിൽ കൃത്യമായ അന്വേഷണം നടത്തുന്ന സർക്കാരിനെ താറടിച്ച് കാണിക്കാനാണ് തിടുക്കം. താൻ സ്വർണം കട്ടെന്ന് ആരോപിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് വി.ഡി. സതീശനോട് ചോദിക്കണമെന്ന് അഭിഭാഷകൻ വഴി കടകംപള്ളി സുരേന്ദ്രൻ കോടതിയിൽ ചോദിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വലിയ വാർത്തയായി നൽകിയത്. പക്ഷേ കോടതി മുറിക്കകത്ത് അങ്ങനെയൊരു ആവശ്യം മുൻ മന്ത്രി നടത്തിയിട്ടില്ല. കോടതിയിൽ നടന്ന കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുമുണ്ട്. കോടതിയിൽ നടക്കാത്ത കാര്യങ്ങൾ നടന്നുവെന്ന് വാർത്ത ചമയ്ക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. കടകംപള്ളി സുരേന്ദ്രനെ വ്യക്തിഹത്യ ചെയ്യുകയാണ് അക്ഷരാർത്ഥത്തിൽ വി.ഡി. സതീശൻ. ഒരേ നുണ തന്നെ ആവർത്തിച്ചു പറയുന്നു. അവരുടെ കൂലി എഴുത്തുകാരായ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നു. എല്ലാ മീഡിയയിലും ഒരേ ടെംപ്ലേറ്റിൽ ഒരു വ്യാജ വാർത്ത വരുന്നു. അതിന് പിന്നിലെ രാഷ്ട്രീയ കളികൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കയ്യിലുണ്ടെന്ന് പറയുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനും കോടതിയെയും ജനങ്ങളെയും തെളിവ് കാണിക്കാനും കടകംപള്ളി സുരേന്ദ്രൻ വി.ഡി. സതീശനെ വെല്ലുവിളിച്ചിട്ടും തെളിവ് മാത്രം പുറത്തു വന്നിട്ടില്ല. ഏതോ സിനിമയിൽ പറയുന്നത് പോലെ ഇപ്പോൾ പൊട്ടുമെന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇനി കടകംപള്ളി പറഞ്ഞതു തന്നെ വി.ഡി. സതീശനോട് ഒന്നുകൂടി പറയുകയാണ്. നേരിന്റെ ഒരംശം പോലുമില്ലാത്ത രാഷ്ട്രീയക്കാരനാണ് നിങ്ങളെന്ന് തെളിയിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയം മാന്യമായി പ്രവർത്തിക്കാനുള്ളതാണ്. ചുണയുണ്ടെങ്കിൽ കയ്യിലുണ്ടെന്ന് പറയുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്ക്. കോടതിയും ജനങ്ങളും കാണട്ടെ.